ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 69 അധ്യായമാണ്. ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനം. നാരദ മഹർഷി ദ്വാരകയിൽ വന്ന് ഓരോ ഗൃഹങ്ങളിലും സന്ദർശിച്ച് ഭഗവാൻ എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമധർമ്മം പരിപാലിക്കുന്നത്, ഭഗവാൻ ധർമ്മ ഉപദേശം ചെയ്യുന്ന ആൾ മാത്രമല്ല, സ്വയം ആചരിച്ച് കാണിക്കുന്ന ആൾ കൂടിയാണ് എന്നാണ് ഇതിലൂടെ ലോകത്തിന് വെളിവായി കിട്ടുന്നത്. ആചാര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആചിനോതി ശാസ്ത്രാണി ആചാരേ സ്ഥാപയിത്യപി സ്വയം ആചരതേയശ്ച തം ആചാര്യം പ്രചക്ഷതേ എന്നാണ്. ആചിനോതി ശാസ്ത്രാണി, ശാസ്ത്രങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുക, ശാസ്ത്രങ്ങളുടെ സൂക്ഷ്മ അംശങ്ങളെയെല്ലാം ലോകത്തിന് പ്രകാശിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കുക. ആചാരേ സ്ഥാപയിഷ്യതി, മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ആചരിപ്പിക്കുക. ഒപ്പം സ്വയം ആചരതേ യശ്ച, തൻ്റെ ധർമ്മം എന്താണെന്നാൽ അതിനെ പരിപാലിച്ചുകൊണ്ട് മാതൃക കാണിച്ചുകൊണ്ടും ആരാണോ ജീവിക്കുന്നത് തം ആചാര്യം പ്രചക്ഷത, അങ്ങനെയുള്ള ഒരാളെയാണ് ആചാര്യൻ എന്ന് വിളിക്കേണ്ടത്. ഇപ്പോൾ ഭഗവാൻ ആ അർത്ഥത്തിൽ ആചാര്യൻ തന്നെ. ഗീതാചാര്യനായ ഭഗവാൻ ഗീത ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, സനാതനധർമ്മത്തിലെ എല്ലാ ഭാഗങ്ങളും തൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പകർത്തണമോ പകർത്തി പ്രകാശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം നമുക്ക് കാണാം നാരദനിലൂടെ, ശ്രീ സുഖബ്രഹ്മർഷിയുടെ വാക്കുകളിലൂടെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 59-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. നരകം നിഹതം ശ്രുത്വാ തഥോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദിദൃക്ഷുഃ സ്മ നാരദഃ. ചിത്രം ബദൈതദേഹേന വപുഷാ യുഗപത് പൃഥക് ഗൃഹേഷു ജ്യേഷ്ഠസാഹസ്രം സ്ത്രിയഃ ഏക ഉദാവഹത്. ഇത്യുത്സുകോ ദ്വാരവതീം ദേവർഷിഃ ദ്രഷ്ടുമാഗമത്.
പുഷ്പിതോ പവനാരാമദ്വിജാളികുലനാദിതാം ഉദ്ഭുല്യേന്ദീവരാംബോജകൽഹാരകുമുദോത്പലൈഃ ചുരിതേഷു സരസ്സൂച്ചൈഃ കൂചിതാം ഹംസസാരസൈഃ പ്രാസാദലക്ഷൈർനവഭിഃ ദുഷ്ടാം സ്ഫാടികരാജതൈഃ മഹാമരകതപ്രജ്ഞൈഃ സ്വർണരത്നപരിച്ഛദൈഃ വിഭക്തരത്യാപതചത്വരാപണൈഃ ശാലാസഭാഭിഃ രുചിരാം സുരാലയൈഃ സംസിക്തമാർഗാങ്കണവീതിദേഹളീം പദത്പതാകാധ്വജവാരിതാതപാം തസ്യാം അന്തഃപുരം ശ്രീമദർച്ചിതം സർവദിഷ്ണ്യപൈഃ ഹരേഃ സ്വകൗശലം യത്ര ത്വഷ്ട്രാ കാൽസ്ന്യേന ദർശിതം തത്ര ഷോഡശഭിഃ സദ്മസഹസ്രൈः സമലംകൃതം വിവേശൈകതമം ശൗരേഃ പത്നീനാം ഭവനം മഹത് വിഷ്ടബ്ദം വിദ്രുമസ്തംഭൈഃ വൈഡൂര്യഫലകോത്തമൈഃ ഇന്ദ്രനീലമയൈः കുഡ്യൈഃ ജഗത്യാചാഹ തദ്വിഷാ വിതാനൈർനിർമ്മിതൈസ്ത്വഷ്ട്രാ മുക്താദാമവിളംബിഭിഃ ദാന്തൈർ ആസനപര്യങ്കൈർ മണ്യുത്തമപരിഷ്കൃതൈഃ ദാസീഭിർനിഷ്കകണ്ഠീഭിഃ സുവാസോഭിരലങ്കൃതം പുംഭിഃ സകഞ്ചുകോഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈഃ രത്നപ്രദീപനികരദ്യുതിഭിർനിരസ്തദ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാ അഗരുദൂപമക്ഷൈഃ നിര്യാന്തമീക്ഷ്യ ഗണബുദ്ധയ ഉന്മദന്തഃ തസ്മിൻ സമാനഗുണരൂപവയസ്സുവേഷദാസീ സഹസ്രയുതയാനുസവം ഗൃഹിണ്യാ വിപ്രോ ദദർശ ചമരവ്യജനേന രുക്മദണ്ഡേന സത്വതപതിം പരിവിജയന്ത്യാ തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്തിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യ പാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിരവീവിശദാസനേ സ്വേ തസ്യാവനിജ്യ ചരണൗ തതപസ്വമൂർധനാ ബിഭ്രജ്ജഗദ്ഗുരുതരോപി സതാം പതിർഹി ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചമശേഷതീർത്ഥം സംപൂജ്യ ദേവർഷിവര്യം ഋഷിപുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമിതയാമൃതമിഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം. നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോ കില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു തമക്കലാനാം നിശ്രേയസായ ഹി ജഗൽസ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുഗായ വിദാമസുഷ്ടു. ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിബൃഹൃതി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായൻ ചരാമ്യനുഗൃഹാണ യഥാ സ്മൃതി സ്യാത്. തതോന്യഥാ വിശദ്ഗേഹം കൃഷ്ണപത്ന്യാഃ സനാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാ വിവിത്സയാ ജീവന്തം ദീവ്യന്തമക്ഷൈ തത്രാപി പ്രിയയാ ചോദ്ദവേന ച പൂജിതഃ പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിഃ പൃഷ്ടശ്ചാവിദുഷേ വാസൗ കദായാതോ ഭവാനിതി ക്രിയതേ കിം नु പൂർണ്ണാനാം അപൂർണൈരസ്മദാദിഭിഃ അദാപി ബ്രൂഹിണോ ബ്രഹ്മൻ ജന്മൈതത്ശോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തൂഷ്ണീം അന്യതഗാദ്ഗൃഹം തത്രാപ്യജഷ്ടഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ പശ്യത് മജ്ജനായ കൃതോദ്യമം ജുഹ്വന്തം ച വിദാനാഗ്നീം യജന്തം പഞ്ചഭിർമഗൈഃ ഭോജയന്തം ദ്വിജാൻ ക്വാപി ഭുഞ്ജാനമവശേഷിതം ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസി ചർമ്മഭ്യാം ചരന്തം അസി പത്മസു അശ്വൈർഗജൈരഥൈ ക്വാപി വിചരന്തം ഗദാഗ്രജം
ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച വന്ദിഭിഃ മന്ത്രയന്തം ച കസ്മിംശ്ചിത് മന്ത്രിഭിശ്ചോദ്ദവാദിഭിഃ ജലക്രീഡാരതം ക്വാപി വാരമുഖ്യാബലാവൃതം കുത്രചിത് ദ്വിജമുഖ്യേഭ്യോ ദതതം ഗാസ്വലംകൃതാഃ ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗളാനി ച അസന്തം ഹാസ്യകഥയാ കദാചിത് പ്രിയയാ ഗൃഹേ ക്വാപി ധർമ്മം സേവമാനമർത്ഥകാമൗ ച കുത്രചിത് ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേഃ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർഭോഗൈഃ സപര്യയാ കുർവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹ രാമേണ ചിന്തയന്തം സദാം ശിവം പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുപയാപനം ധാരൈർവരൈസ്തൽ സദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിഃ പ്രസ്താപനോപാനയനൈഃ അപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസ്മരേ യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിരൂർജിതൈഃ പൂർത്തയന്തം ക്വചിത് ധർമ്മം കൂപാരാമമഠാദിഭിഃ ചരന്തം മൃഗയാം ക്വാപി ഹയമാരുഹ്യ സൈന്ധവം ഗ്നന്ദം തതഃ പശൂന്മേധ്യാൻ പരീതം യദുപുംഗവൈഃ അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവബുഭുത്സയാ അധോവാച ഋഷികേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീം ഈയുഷോ ഗതിം വിദാമയോഗമായാസ്തേ ദുർദർശാ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാഗാ ഭവൽ പാദസേവയാ അനുജാനീഹി മാം ദേവാലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം ശ്രീഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിതാ തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിതഃ ശ്രീശുകവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേധിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത് വിസ്മിതോ ജാതകൗതുകഃ ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മനാ സമ്യക് സഭാജിതപ്രീതഃ തമേവാനുസ്മരൻ യയൗ ഏവം മനുഷ്യപദവീമനുവർത്തമാനോ നാരായണോഖില ഭവായ ഗൃഹീതശക്തിഃ രേവേംഗഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡഃ സൗഹൃദനിരീക്ഷണഃ സജുഷ്ടഃ യാനീഹ വിശ്വവിലയോദ്ഭവവൃത്തിഹേതുഃ കർമാണ്യനന്യവിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗഗായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേത് ഭഗവതി ഹ്യപവർഗമാർഗേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണഗാർഹസ്ഥ്യദർശനം നാമ ഏകോനസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഭഗവാൻ നരകാസുരവധം കഴിഞ്ഞ് അവിടുന്ന് മോചിപ്പിച്ച 16,000 കന്യകമാരെയും അതുപോലെ അതിനു മുമ്പ് 8 മഹിഷിമാരെയും വിവാഹം കഴിച്ചു. ആ ഭഗവാന്റെ ഗാർഹസ്ഥ്യം ദർശിക്കാൻ കൗതുകത്തോടെ നാരദ മഹർഷി വരുന്നതാണ് നമ്മുടെ ഈ അധ്യായത്തിലെ വിഷയം. അപ്പോൾ അദ്ദേഹം ആ വന്ന ദ്വാരകയെ വർണ്ണിച്ചു. നല്ലോണം പൂത്തു നിൽക്കുന്ന
പൂന്തോട്ടങ്ങൾ നിറഞ്ഞ് അവിടെയെല്ലാം വണ്ടുകളും കിളികളും നാദം ചെയ്യുന്നു. അതുപോലെ ജലാശയങ്ങൾ, സരസ്സുകൾ, താമരകൾ വികസിച്ചു നിൽക്കുന്നു. അവിടെയും അരയന്നങ്ങളും കൊറ്റികളും മറ്റുമെല്ലാം കൂജനം ചെയ്യുന്നു. ഉന്നതങ്ങളായ മാളികകൾ രത്നങ്ങളെ കൊണ്ടും സ്ഫടികം കൊണ്ടും വെള്ളി കൊണ്ടുമെല്ലാം അലങ്കരിക്കപ്പെട്ടുകൊണ്ട് ശോഭിക്കുന്നു. മാർഗങ്ങളെല്ലാം അടിച്ചു തളിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. എല്ലാ വ്യവസ്ഥകളോടും കൂടിയ സ്ഥാനങ്ങളാണ്. ദേവാലയങ്ങളുണ്ട്, അതുപോലെ വിവിധങ്ങളായ ശാലകൾ ഉണ്ട്, സഭകളുണ്ട്. അങ്ങനെയുള്ള കൊടിതോരണങ്ങൾ കൊണ്ട് വെയിലിനെ അകറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ദ്വാരകാപുരിയിലേക്ക് നാരദ മഹർഷി പ്രവേശിച്ചു. എന്നിട്ട് ഒരുപോലെ ഇരിക്കുന്ന 16,000-ലധികം ഗൃഹങ്ങളെ കണ്ട് അതിൽ ആദ്യം കണ്ട ഒന്നിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ എല്ലാം രത്നമയം, സ്വർണമയം, ആനക്കൊമ്പ്, വെള്ളി, ഇതെല്ലാം കൊണ്ടുള്ളതായിട്ടുള്ള ഉപകരണങ്ങളും ചുമരുകളും തൂണുകളും ഒക്കെയാണ്. അതുപോലെ അനേക ദാസികൾ, അലങ്കൃതരായ ദാസികൾ, അനേക പുരുഷന്മാർ പടച്ചട്ടകളൊക്കെ അണിഞ്ഞുകൊണ്ട് തലപ്പാവുകളൊക്കെ ആയിക്കൊണ്ട് എപ്പോഴും സേവിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആ ദ്വാരകാപുരിയിലേക്ക് നാരദ മഹർഷി അന്തഃപുരത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിച്ചു എന്നാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത്. അതിൻ്റെ തുടർച്ച കാണാം. 12-ാം ശ്ലോകം മുതൽ കാണാം. രത്നപ്രദീപ നികരദ്യുതിഭിർനിരസ്തദ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാഗരുദൂപമക്ഷൈഃ നിർയാന്തമീക്ഷ്യ ഗണബുദ്ധയ ഉന്നതന്തഃ. രത്നപ്രദീപ നികരദ്യുതിഭിർനിരസ്തദ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാഗരുദൂപമക്ഷൈഃ നിർയാന്തമീക്ഷ്യ ഗണബുദ്ധയ ഉന്നതന്തഃ. അപ്പോൾ ധൂപദീപങ്ങളെ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ഭഗവാന്റെ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ മാളികകൾ, അവയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ജനൽ വഴിക്ക്, ജനൽദ്വാരങ്ങൾ വഴിക്ക് അകത്തുള്ളതായിട്ടുള്ള ധൂപത്തിൻ്റെയും മറ്റുമൊക്കെ പുകകൾ പുറത്തേക്ക് പോകുന്നത് മേഘങ്ങൾ പോലെ കണ്ടിട്ട് മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് മയിലുകൾ ഉച്ചത്തിൽ നാദം ചെയ്ത് രസിക്കുന്ന രംഗമാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അന്തഃപുരത്തിൽ രത്നപ്രദീപ നികരദ്യുതിഭിഹി നിരസ്തദ്വാന്തം, കൊട്ടാരത്തിന്റെ ഉള്ളിലെ ദ്വാന്തത്തെ നിരസിച്ചിരിക്കുന്നു. ദ്വാന്തം എന്നാൽ അന്ധകാരം, ഇരുട്ട്. ഇരുട്ടിനെ നീക്കിയിരിക്കുന്നു. എങ്ങനെ? ദ്യുതി കൊണ്ട്. ഏതിന്റെ ദ്യുതി? രത്നപ്രദീപ നികരങ്ങളുടെ ദ്യുതി. രത്നപ്രദീപം എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദീപചിരാതുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിളക്കുകൾ. അത് നിരനിരയായിട്ട് അതിൻ്റെ നികരം എന്ന് പറഞ്ഞാൽ സമൂഹം. അപ്പോൾ രത്നപ്രദീപ നികരങ്ങളുടെ ദ്യുതി കൊണ്ട്, കാന്തി കൊണ്ട്, പ്രകാശം കൊണ്ട് നിരസ്തദ്വാന്തം, ഇരുട്ടിനെ നിരസിച്ചിരിക്കുന്നതും, അതുപോലെ വിചിത്രവളഭീഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി. ശിഖണ്ഡികൾ എന്നത് മയിലിന്റെ പര്യായമാണ്. അപ്പോൾ ശിഖണ്ഡികളായ മയിലുകൾ വിചിത്രവളഭീഷു, വിചിത്രങ്ങളായ വളഭി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ മറ്റേ ഈ വലിയ വലിയ ഓട്ടുപുരകളുടെയൊക്കെ ഇറയായിട്ട് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഭാഗത്ത് ചുറ്റും അഴികളുണ്ടാവും. അതിനാണ് വളഭി എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള വളഭികളിൽ കൊടിങ്ങ എന്നൊക്കെ പറയാൻ, ആ വളഭികളിൽ
ശിഖണ്ഡിനഃ അക്ഷൈഃ നിര്യാന്തം വിഹിത അഗരുധൂപം ഈക്ഷ്യ. മയിലുകൾ അക്ഷൈഹി, അക്ഷങ്ങളെന്നാൽ ഇവിടെ മറ്റേ ഗൃഹങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പോലെയാണ് ജനൽവാതിലുകൾ. അപ്പോൾ ജനലിലൂടെയും മറ്റുമൊക്കെ നിര്യാന്തം പുറത്തേക്ക് ഗമിക്കുന്നതായിരിക്കുന്ന വിഹിത അഗരുധൂപം, പുകയ്ക്കപ്പെട്ടതായിട്ടുള്ള അഗരുവിൻ്റെ അഥവാ കുങ്കുല്യം എന്നുള്ള അതിൻ്റെ ധൂമത്തെ ഈക്ഷ്യ കണ്ടിട്ട് ഗണബുദ്ധയ, ഗണബുദ്ധയ എന്ന് പറഞ്ഞാൽ ഗണം എന്ന ബുദ്ധിയോടുകൂടിയവരായിട്ട്, ഗണം എന്നാൽ മേഘം, അപ്പൊ മേഘബുദ്ധയ പുക കണ്ടിട്ട് മേഘമാണെന്ന് ധരിക്കുന്നവരായ മയിലുകൾ ഉന്നതന്തഃ നൃത്യന്തി, ഉന്നതന്തഃ ഉച്ചത്തിൽ നാദം ചെയ്യുന്നവരായിട്ട്, കേകാ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ശബ്ദിക്കും മയിലുകൾ, പ്രത്യേകിച്ച് മഴ വരുന്നതായിട്ടുള്ള മേഘങ്ങളെ കാണുമ്പോൾ. എന്നിട്ട് നൃത്തം വയ്ക്കും മയിൽ പീലിയെല്ലാം വിടർത്തിയിട്ട്. അപ്പം അങ്ങനെ ഉച്ചത്തിൽ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ഉന്നതന്തഃ നൃത്യന്തി, മയിലുകൾ നൃത്തം വയ്ക്കുന്നു. അപ്പം മയിലുകൾക്ക് മേഘത്തിൻ്റെ ഭ്രമമുണ്ടാക്കുന്ന അത്രയും ധൂപം അകത്തുനിന്ന് വരുന്നു പുറത്തേക്ക് ജനൽ വഴിക്ക് എന്ന് പറഞ്ഞാൽ ആ ഗൃഹങ്ങളൊക്കെ ധൂപം കൊണ്ട് എന്താ പറയുക നിറഞ്ഞിരിക്കുകയാണ് എന്നർത്ഥം. അത്രയും സുഗന്ധവും ശുദ്ധിയും അവിടെയൊക്കെ ഉണ്ടാവും. രത്നപ്രദീപനികരദ്യുതിബിർ നിരസ്തദ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാഗരുധൂപമക്ഷൈഃ നിര്യാന്തമീക്ഷ്യ ഗണബുദ്ധയ ഉന്നതന്തഃ. തസ്മിൻ സമാനഗുണരൂപവയസ്സുവേഷദാസീ സഹസ്രയുതയാനുസവം ഗൃഹിണ്യാ വിപ്രോ ദദർശ ചമരവ്യജനേന രുക്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യാ. അപ്പോൾ ഇവിടെ വിപ്രഹ എന്നുള്ള ശബ്ദം ബ്രാഹ്മണൻ നാരദൻ എന്ന അർത്ഥത്തിലാണ്. നാരദനാകുന്ന വിപ്രൻ ദർശിച്ചു, വിപ്രോ ദദർശ, നാരദഃ ദദർശ. ആരെ ദർശിച്ചു? ഭഗവാനെ ദർശിച്ചു. സാത്വതപതിം എന്ന് പറയുന്നുണ്ട്. യാദവന്മാരുടെ നായകനായ സാത്വതന്മാരുടെ പതിയായ യാദവശ്രേഷ്ഠനായ ഭഗവാനെ വിപ്രഹ ദദർശ. അപ്പോൾ എങ്ങനെയായിട്ട് ദർശിച്ചു എന്നുള്ളതാണ്. തസ്മിൻ ആ കൊട്ടാരത്തിൽ, ഭഗവാന്റെ അന്തഃപുരത്തിൽ, സമാന ഗുണരൂപ വയസ്സുവേഷ ദാസീ സഹസ്രയുതയാ ഗൃഹിണ്യ എന്ന്. ഗൃഹിണി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പത്നി. അവിടെ രുക്മിണിയുടെ ഗൃഹമാണ്. അപ്പൊ രുക്മിണിയാകുന്ന ഗൃഹിണി, ആ രുക്മിണിയുടെ കൂടെ ദാസീ സഹസ്രമുണ്ട്. ദാസീ സഹസ്രതയാ. ഇപ്പൊ ദാസീ സഹസ്രം, സഹസ്രയുതയ, സഹസ്രതയ എന്നല്ല, ദാസീ സഹസ്രയുതയ, ദാസീ സഹസ്രങ്ങളോട് കൂടിയവൾ, ചേർന്നവൾ. എങ്ങനെയുള്ള ദാസികൾ? സമാന ഗുണരൂപ വയസ്സുവേഷ ദാസീ സഹസ്രം. അപ്പോൾ എല്ലാവരും ഒരേപോലെയുള്ള ഗുണങ്ങളുള്ളവരും രൂപസൗന്ദര്യമുള്ളവരും പ്രായം വയസ്സ് എന്ന് പറഞ്ഞാൽ നല്ല യൗവനയുക്തകളും സുവേഷം നല്ല വേഷഭൂഷാദികൾ ധരിച്ചവരുമായിട്ടുള്ള ആയിരക്കണക്കിന് ദാസികൾ ഉള്ളവരാണ് ഈ ഭഗവാന്റെ ഓരോ ഭാര്യമാരും. ഇവിടെ രുക്മിണിയാണെങ്കിൽ, മറ്റൊരിടത്ത് സത്യഭാമയാണെങ്കിൽ, വേറൊരിടത്ത് ജാമ്പവതിയാണെങ്കിൽ, എല്ലായിടത്തും ഒരേപോലെ ധാരാളം ദാസികളുണ്ട്, ആയിരക്കണക്കിന് ദാസികൾ. ആരും മോശക്കാരല്ല, എല്ലാവരും നല്ലതുപോലെ യൗവനയുക്തകളും നല്ല വേഷഭൂഷാദികൾ ധരിച്ചവരും എല്ലാ ഗുണങ്ങളും തികഞ്ഞവരും രൂപസൗന്ദര്യം തികഞ്ഞവരുമൊക്കെയാണ്. അപ്പം അത്രയും ഐശ്വര്യപരിപൂർണമായിരിക്കുന്ന ഒരു ഭാവം. എന്നാൽ ഈ ദാസികളെല്ലാം ഭഗവാനെ എല്ലായ്പ്പോഴും അനുസവം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും രുക്മദണ്ഡേന ചാമരവ്യജനേന പരിവീജയന്ത്യാ എന്ന് പറയുന്നു. രുക്മദണ്ഡം, സ്വർണദണ്ഡം, സ്വർണദണ്ഡമുള്ള ചാമരമാകുന്ന വീശറി, വെഞ്ചാമരം കൊണ്ട് പരിവീജയന്ത്യാ ഗൃഹിണ്യ, നല്ലതുപോലെ വീശിക്കൊണ്ടിരിക്കുന്നവളായ
ഗൃഹിണിയാൽ സേവിക്കപ്പെടുന്നവനായ സാത്വതപതിം വിപ്രഹ ദദർശ. യാദവപതിയായ ഭഗവാനെ വിപ്രനായ ബ്രാഹ്മണനായ നാരദൻ ദർശിച്ചു. അപ്പൊ എത്രയോ ദാസികളൊക്കെ ഉണ്ടായിട്ടും ഭഗവാന്റെ ഗൃഹിണിമാർ ഭഗവാനെ നേരിട്ട് വീശിക്കൊടുത്ത് സേവിക്കാനാണ് ഇഷ്ടം. ദാസികളെ കൊണ്ട് ഭഗവാനെ സേവിപ്പിക്കുകയോ ദാസികളെ കൊണ്ട് തങ്ങളെ സേവിപ്പിക്കുകയോ അല്ല അവർ ചെയ്യുന്നത്. അവർ അവരുടെ സന്തോഷപൂർവമായിട്ട് ഭഗവാനെ സേവിക്കുന്നു. അല്ലേ? ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ വീശിക്കൊടുക്കുകയും സേവിക്കുകയും കാല് തിരുമ്മി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇന്നത്തെ ആധുനികന്മാർ ഉടനെ പറയും ഇതൊരു തരം അടിമത്തമാണ്, അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. മനുഷ്യരെയൊക്കെ യന്ത്രങ്ങളാക്കി കണക്കാക്കുന്ന കൂട്ടരാണിവര്. മനുഷ്യരുടെ ഇമോഷൻസിനെയോ അവരുടെ ആത്മീയമായിട്ടുള്ള ഭാവങ്ങളെയോ ഒന്നും സെൻസ് ചെയ്യാൻ കഴിവില്ലാത്ത സെൻസ്ലെസ് ഇഡിയറ്റ്സ്. അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്ദിക്കുക, നിഷേധിക്കുക, ഇതെല്ലാം അപമാനമാണെന്ന് പറയുക, ഇതെല്ലാം അശ്ലീലമാണെന്ന് പറയുക. അല്ലേ? ഭാര്യ ഭർത്താവിന് വീശിക്കൊടുക്കുന്നത് അശ്ലീലം. ഭർത്താവ് ഭാര്യയ്ക്കും എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്താൽ അത് അശ്ലീലം. ഇന്നത്തെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ നമുക്കതെല്ലാം പുച്ഛിച്ച് തള്ളാൻ കഴിയണം. നമ്മളിതൊന്നും കേട്ടിട്ട് ഇളകാൻ പാടില്ല. നമ്മളിതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അഭിമാനിക്കുക, സന്തോഷിക്കുക. അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ചെയ്തു നോക്കുക. അപ്പം അതിൻ്റെ സുഖം അറിയാം. ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭർത്താവ് യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, ക്ഷീണിച്ച് വരുമ്പോൾ അദ്ദേഹത്തെ കാല് കഴുകി കൊടുക്കുക, അദ്ദേഹത്തെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുക, ഒരു ഭാഗത്ത് ഇരുത്തി വിശ്രമിപ്പിക്കുക, വീശിക്കൊടുക്കുക. ഇപ്പോൾ വീശേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എല്ലാം മെഷീനുകളുണ്ട്. അല്ലേ? ഫാനുകളോ അല്ലെങ്കിൽ എയർ കണ്ടീഷണറുകളോ ഒക്കെ ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ എന്തൊരു നല്ലൊരു സ്നേഹബന്ധമായിരിക്കും അവിടെ ഉണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ഇതൊന്നും ചിന്തിക്കാൻ പോലും ആകാത്ത മൂഢജനങ്ങൾ മനുഷ്യരെ മൃഗങ്ങളായോ അല്ലെങ്കിൽ യന്ത്രങ്ങളായോ കാണുന്ന രീതിയാണത്. അപ്പം അതുകൊണ്ട് അതൊക്കെ പോകാൻ പറയും. എന്തായാലും സാക്ഷാൽ ഭഗവാന്റെ പത്നിമാർ ആയിരക്കണക്കിന് ദാസിമാരുണ്ടായിട്ടും ഭഗവാനെ പരിചരിച്ചുകൊണ്ട് ഇരിക്കുന്ന രംഗത്തേക്കാണ് നാരദ മഹർഷി ചെല്ലുന്നത് എന്നർത്ഥം. അപ്പം ദേവി സ്വന്തം കൈകൊണ്ട് തന്നെ ആ ചാമര വ്യജനം പിടിച്ചുകൊണ്ട് ഭഗവാനെ വീശിക്കൊണ്ടിരിക്കുന്നു. തസ്മിൻ സമാന ഗുണരൂപ വയസ്സു വേഷദാസീ സഹസ്രയുതയാ അനുസവം ഗൃഹിണ്യാ വിപ്രോദദർശ ചമരവ്യജനേന രുക്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യാ. തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോക്തിദ ശ്രീപര്യംഗദ സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യപാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിഃ അവീവിശദാസനേ സ്വേ. തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോക്തിദ ശ്രീപര്യംഗദ സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യപാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിരവീവിശദാസനേ സ്വേ. തം സന്നിരീക്ഷ്യ ഭഗവാൻ, തം നാരദം, ആ നാരദനെ സന്നിരീക്ഷ്യ, സമ്യക് നിരീക്ഷ്യ, നന്നായി കണ്ടവനായ ഭഗവാൻ എന്തു ചെയ്യണ്? സഹസോക്തിദഃ ശ്രീപര്യംഗദഃ,
ശ്രീപര്യങ്കത ലക്ഷ്മീദേവിയോടൊപ്പം താൻ ഇരിക്കുന്നതായ മഞ്ചത്തിൽ നിന്ന്, പര്യങ്കത്തിൽ നിന്ന് അഥവാ ശയ്യയിൽ നിന്ന് സഹസാ ഉത്തിത ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്നാണ് സഹസാ ഉത്തിത, സഹസോത്തിത. വേഗം എഴുന്നേറ്റു. എന്താ? അതിഥി വരികയാണ്. അത് ഒരു ബ്രാഹ്മണനായ മഹാനായ മഹർഷിയായ നാരദനാണ് വരുന്നത്. അപ്പൊ ആ നാരദനെ ബഹുമാനിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് സകല ധർമ്മഭൃതാം വരിഷ്ഠ. ഭഗവാൻ ആരാ? സകല ധർമ്മങ്ങളെയും ഭരിക്കുന്ന സംരക്ഷിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠൻ, ധർമ്മമൂർത്തി, ധർമ്മരക്ഷകൻ. അപ്പൊ ധർമ്മരക്ഷകനായ ഭഗവാൻ എങ്ങനെയാണ് ധർമ്മത്തെ രക്ഷിക്കുന്നത്? സ്വയം ആചരിച്ച് കാണിച്ചുകൊണ്ട്, ഉപദേശിക്കുക മാത്രമല്ല, ധർമ്മവിരുദ്ധരായ അധർമ്മികളായ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല, സ്വയം ആചരിച്ച് കാണിച്ചുകൊണ്ടും. അതാണ് ധർമ്മമൂർത്തി. സകല ധർമ്മഭൃതാം വരിഷ്ഠ. സകല ധർമ്മങ്ങളെയും ധരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാൻ ആ നാരദനെ കണ്ട് ചാടി എഴുന്നേറ്റ്, ആ ലക്ഷ്മി പര്യങ്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉത്തിത കിരീടജുഷ്ടേന ശിരസാപാദയുഗളമാദമ്യ. ഭഗവാന്റെ കിരീടം ശോഭിക്കുന്നതായിട്ടുള്ള ശിരസ്സുകൊണ്ട് കിരീടജുഷ്ടേന ശിരസ പാദയുഗളം ആനമ്യ. നാരദസ്യ പാദയുഗളമാദമ്യ. നാരദന്റെ പാദയുഗളത്തിലേക്ക് നമിച്ചിട്ട്, നല്ലതുപോലെ വീണ് നമസ്കരിച്ചിട്ട്, ആനമ്യ. അയ്യേ, അശ്ലീലം അല്ലേ? ഇന്നത്തെ ആളുകൾക്ക് ഇതൊക്കെ അശ്ലീലമാണ്. പൊട്ടന്മാരെ നമുക്ക് പരിഹസിച്ചുകൊണ്ടേയിരിക്കാം. അവർക്ക് നല്ലത് ചെയ്യുന്ന നമ്മളെ പരിഹസിക്കാമെങ്കിൽ വിഡ്ഢിത്തരം പറയുന്ന അവരെ നന്നായിട്ട് പരിഹസിക്കാം. എങ്ങനെയെങ്കിലും കേൾക്കാൻ ഇടയാവുകയാണെങ്കിൽ അവർക്ക് നാണം ഉണ്ടാവട്ടെ. അപ്പോ ശിരസാ പാദയുഗളമാനമ്യ. സാക്ഷാൽ ലോകൈകനാഥനായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാനെ ഈ നാരദന്റെ പാദത്തിൽ നമസ്കരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ടും സകലധർമ്മഭൃതാം വരിഷ്ഠ, എല്ലാ ധർമ്മങ്ങളെയും പരിപാലിക്കുന്നതിൽ ശ്രേഷ്ഠനായതുകൊണ്ട് മറ്റുള്ളവർക്ക് ആ ധർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ നമസ്കരിച്ചു. കിരീടജുഷ്ടേന ശിരസാപാദയുഗളമാനമ്യ സാഞ്ജലിഹി സ്വേ ആസനേ അവീവിശത്. ഭഗവാൻ ഭക്തി വിനയത്തോടുകൂടിയവനായിട്ട്, സാഞ്ജലിഹി അഞ്ജലി കൂപ്പിയവനായിട്ട്, സ്വേ ആസനെ അവീവിശത് തന്റെ ആസനത്തിൽ, ഭഗവാൻ ഇരുന്നിരുന്ന ആസനത്തിലേക്കാണ് ഇപ്പൊ നാരദ മഹർഷിയെ പ്രവേശിപ്പിച്ചത്. അവീവിശത് എന്ന് പറഞ്ഞാല് പ്രവേശിപ്പിച്ചു, ഇരുത്തി എന്നർത്ഥം. അപ്പോ ഇതാണ് മര്യാദ. നമ്മുടെ ഗൃഹത്തിലേക്ക് വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മളിരിക്കുന്ന ആസനമാണ് കൊടുക്കേണ്ടത്. ഗൃഹനാഥൻ ഇരിക്കുന്ന ആസനത്തിലേക്ക് അതിഥിയെ പിടിച്ചിരുത്തണം. വിശിഷ്ട അതിഥികൾ വരുമ്പോൾ ആ ഗൃഹനാഥൻ ഇരുന്ന ആസനത്തിലേക്ക്, ഇരിപ്പിടത്തിലേക്ക് പിടിച്ചിരുത്തണം. അതാണ് ഏറ്റവും വലിയ മര്യാദ. അല്ലാതെ ഗൃഹനാഥൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് എതിരേൽക്കാതെ, വരവേൽക്കാതെ, സ്വാഗതം പറയാതെ, കാലുമേ കാലേറ്റി ഇരുന്നുകൊണ്ട് അവഗണന കാണിക്കാൻ പാടുള്ളതല്ല. തന്നേക്കാൾ വളരെ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ ചെറിയ ശിഷ്യഭാവമുള്ളവരെ എഴുന്നേറ്റ് എതിരേൽക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവരെയൊക്കെ എഴുന്നേറ്റ് എതിരേറ്റ് സ്വീകരിക്കണം. ഗുരുക്കന്മാർ ശിഷ്യന്മാരെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇരുന്നിടത്തിരുന്നാൽ മതി. അവിടെ ചെന്ന് ശിഷ്യന്മാർ നമസ്കരിക്കുകയാണ് ചെയ്യുക. അതുപോലെ രാജാക്കന്മാരെ കാണാൻ വരുന്ന പ്രജകൾ രാജാവിനെ ബഹുമാനിക്കും. എല്ലാ പ്രജകളും വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ രാജാവിന് അതിനേ സമയമുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോരോ സ്ഥാനത്തിരിക്കുന്നവർക്ക് ആ സ്ഥാനത്തിൻ്റെതായിട്ടുള്ളൊരു മര്യാദയുണ്ട്. എന്നാൽ തന്നേക്കാൾ മുതിർന്ന ഗുരുതുല്യന്മാരായിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ്
എഴുന്നേൽക്കുകയും നേരിട്ട് ചെന്ന് എതിരേറ്റ് കൊണ്ടുവരികയും അവരിരുന്നതിന് ശേഷം അവരുടെ ആജ്ഞ ലഭിച്ചതിന് ശേഷം മാത്രം ഇരിക്കുക എന്നുള്ളത് മര്യാദ. അതാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. നാരദ മഹർഷിയെ താനിരുന്ന സിംഹാസനത്തിൽ തന്നെ ഇരുത്തി, അല്ലെങ്കിൽ താനിരുന്ന പര്യങ്കത്തിലാണെങ്കിൽ അവിടേക്ക് ഇരുത്തി. സ്വേ ആസനെ ജുഷ്ടേന സാഞ്ജലി രവീവിശത് ആസനേ സ്വേ എന്ന്. തത്തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്തിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യപാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിർ അവീവിശദാസനേ സ്വേ. അപ്പൊ ഈ കഥയൊക്കെ നമ്മൾ കേൾക്കുന്നത് കേട്ട് രസിക്കാൻ വേണ്ടി മാത്രമല്ല, എന്നിട്ട് ചെവി കൂടെ കളയാൻ വേണ്ടിയിട്ടല്ല, ഇത് മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഭഗവാൻ കാണിച്ചു തരുന്നതാണ് എന്ന് ഓർമ്മ വേണം. തസ്യാവനിജ്യചരണൗ തദപ സ്വമൂർധ്നാ ബിഭ്രജ്ജഗദ്ഗുരുതരോപി സദാം പതിർഹി ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചം അശേഷതീർത്ഥം. തസ്യാവനിജ്യചരണൗ തദപസ്വമൂർധ്നാ ബിഭ്രജ്ജഗദ്ഗുരുതരോപി സതാം പതിർഹി ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചമശേഷതീർത്ഥം. ആ ഭഗവാൻ തന്നെ നേരിട്ട് സ്വയം നാരദ മഹർഷിയുടെ കാല് കഴുകി പാദതീർത്ഥത്തെ ശിരസാധരിച്ചു. ഇത് നമ്മുടെ സംസ്കാരം. തസ്യ ചരണൗ അവനിജ്യ, തസ്യ നാരദസ്യ ചരണൗ ദ്വൗ ചരണൗ, രണ്ട് പാദങ്ങളെയും അവനിജ്യ അവനേജനം കൃത്വാ കഴുകിയിട്ട് എന്നർത്ഥം. അപ്പൊ നാരദന്റെ രണ്ട് പാദങ്ങളെയും കഴുകിയിട്ട് തത് അപഹ ജലം, ആ ജലത്തെ ജഗദ്ഗുരുതരഃ അപി, ലോകത്തിലേക്ക് വെച്ച് ഗുരുതരനാണ് ഭഗവാൻ, എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ. എന്നിട്ടും സദാം പതി, സത്തുക്കളുടെ എല്ലാം പതിയും നാഥനുമായിരിക്കുന്ന ഭഗവാൻ സ്വമൂർധന അഭിഭ്രത്, തന്റെ മൂർധാവ് കൊണ്ട് ധരിച്ചു. എന്തിനെ? നാരദന്റെ കാല് കഴുകിയ വെള്ളം. എല്ലായിടത്തും അലഞ്ഞു തിരിയുന്ന നാരദന്റെ കാല് കഴുകിയ വെള്ളം ലോകഗുരു ഭഗവാനേക്കാൾ മുകളിൽ ആരുമില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരുടെയും ആശ്രയത്തിലല്ല, ആരിൽ നിന്നും ഒന്നും കിട്ടാൻ ഉള്ളവനല്ല, എല്ലാവർക്കും എല്ലാം വാരിക്കോരി കൊടുക്കുന്ന പ്രഭുവാണ്. ഈ ജഗത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരാദി കാര്യങ്ങളെ ലീലയായി ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാന് എന്താവശ്യം വല്ലവരുടെയും കാലിലെ ചെളിവെള്ളം തലയിൽ ധരിക്കാൻ? എന്നിട്ടും ഭഗവാൻ അത് കാണിച്ചു തരുന്നു. ഇതാണ് മര്യാദ, ഇതാണ് ധർമ്മം എന്ന് ലോകത്തിന് കാണിച്ചു തരാൻ വേണ്ടി. ആ ഭഗവാന്റെ ഒരു കാരുണ്യമല്ലേ ഈ ലീല? അല്ലേ? നാരദ മഹർഷിയുടെ പാദം കഴുകി ആ വെള്ളം ശിരസാ ധരിക്കുന്നു. വാസ്തവത്തിൽ നാരദ മഹർഷി ആരാണ്? മറ്റൊരു ദൃഷ്ടിയിൽ നോക്കിയാൽ ബ്രഹ്മദേവന്റെ പുത്രനാണ്. ബ്രഹ്മദേവൻ ആരാണ്? വിഷ്ണുവിന്റെ പുത്രനാണ്. അപ്പോൾ നാരദ മഹർഷി വിഷ്ണുവിന്റെ ആരാണ്? പൗത്രനാണ്. അപ്പോൾ വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എന്നിരിക്കെ കൃഷ്ണന് നാരദ മഹർഷി പൗത്രനാണ്. ഇങ്ങനെയെല്ലാം ഇരിക്കെ അതൊന്നും കണക്കാക്കാതെ തൻ്റെ ഗൃഹത്തിലേക്ക് വന്ന ഒരു അതിഥി, അതും ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഗുരുതുല്യനാണ് എന്ന് കണ്ട് അദ്ദേഹത്തിന്റെ പാദപൂജ ചെയ്യുകയാണ്. കാല് കഴുകിയ വെള്ളം ശിരസാ ധരിക്കുകയാണ്. ഈ സംസ്കാരം നമ്മളെല്ലാവരും ഓർമ്മിക്കുക, അനുഷ്ഠിക്കുക, മടികൂടാതെ അനുഷ്ഠിക്കുക. യാതൊരു സംശയവുമില്ലാതെ ഇത് നമ്മൾക്ക് ധർമ്മമാണ് എന്നുള്ള ബോധ്യത്തോടെ അനുഷ്ഠിക്കുക. സംശയം വേണ്ട. നമ്മൾ സംശയിച്ചാൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ സംശയിക്കും. കുട്ടികൾ സംശയിച്ചാൽ അവരുടെ കുട്ടികൾ അതിലും സംശയിക്കും. ഇങ്ങനെ തലമുറകൾ സംശയിച്ച് സംശയിച്ച് ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ ഇത് അശ്ലീലമായി മാറിയത്. ഇത് അശ്ലീലം ഇനിയും ആവാതിരിക്കാൻ
ഹിന്ദുക്കളെന്ന് അഭിമാനിക്കുന്ന, ധാർമ്മികന്മാരെന്ന് അഭിമാനിക്കുന്ന, ഭഗവത് ഭക്തന്മാരെന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തരും ഇത് ചെയ്ത് കാണിക്കുക, സ്വന്തം ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ഗൃഹങ്ങളിൽ മഹാത്മാക്കൾ വരുമ്പോൾ അവരുടെ പാദം കഴുകിയ വെള്ളം ശിരസിലൊന്ന് തളിച്ച് കാണിച്ചു കൊടുക്കുക. മേലെ മുഴുവൻ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒഴിക്കാൻ ആ ഒരു താല്പര്യമുള്ളവർക്ക് ഒഴിക്കാം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഗുരുക്കന്മാരുടെ പാദം കഴുകിയ വെള്ളം തലയിലൂടെ ഒഴിക്കാം. ഒഴിച്ച് ആനന്ദ നിർവൃതിയിൽ ആറാടാം. ഇനി ഒഴിച്ച് വസ്ത്രമൊക്കെ നനയണ്ട എന്ന് ചിന്തയുണ്ടെങ്കിൽ ഒന്ന് ശിരസിൽ തളിക്കുക. മഹാത്മാക്കളുടെ പാദം കഴുകിയ വെള്ളം ശിരസിൽ തളിക്കുന്നത് ഇത് ഞങ്ങളുടെ സംസ്കാരമാണ്, ഞങ്ങളിതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദപൂർവം ചെയ്യുന്നു, ഞങ്ങളുടെ ബഹുമാനം ഞങ്ങൾ ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ഉറച്ച് ധൈര്യസമേതം ഇതെല്ലാം ചെയ്യൂ വരും തലമുറകൾക്ക് വേണ്ടി. അല്ലെങ്കിൽ കുരുത്തം കെട്ടവരായി നമ്മുടെ കുട്ടികൾ മാറുകയാണ്. ആ മാറുന്നത് ആരുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ടാണ്? ഇന്ന് ഈ അശ്ലീലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ്. ഗുരുപൂജ ചെയ്യുന്നത് അശ്ലീലം, പാദം കഴുകുന്നത് അശ്ലീലം, നമസ്കരിക്കുന്നത് അശ്ലീലം, ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ അസുരശക്തികളെ നമ്മൾ നേരിടേണ്ടത് നമ്മൾ ആചരിച്ചുകൊണ്ടാണോ, അല്ലാതെ അവരോട് യുദ്ധം ചെയ്തിട്ടല്ല. യുദ്ധം ചെയ്തിട്ടൊന്നും ആരും ജയിക്കാൻ പോകുന്നില്ല. അനുഷ്ഠിച്ച് കാണിച്ചുകൊണ്ട് തന്നെ സന്തോഷപൂർവ്വം ഞങ്ങളിത് ചെയ്യും എന്ന് ചെയ്ത് കാണിച്ചുകൊണ്ട് നമ്മൾക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കാം. ഇപ്പോ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ചെയ്തു? ജഗദ്ഗുരുവായിട്ടും സദാംപതിയായിട്ടും സമൂർധന അവിബ്രത്. എന്തുകൊണ്ട്? ബ്രഹ്മണ്യദേവ യദ്ഗുണനാമ യച്ചരണശൗചം അശേഷതീർത്ഥം തസ്യ യുക്തമേവ. ഏതൊരു ഭഗവാന്റെ പാദതീർത്ഥം അത് തീർത്ഥമാണ്. അശേഷ തീർത്ഥം, എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ശ്രേഷ്ഠ തീർത്ഥമാണ് ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം. ആ ഭഗവാനാണ് ഇവിടെ നാരദ മഹർഷിയുടെ പാദം കഴുകിയ വെള്ളം ശിരസാധരിക്കുന്നത്. എന്തുകൊണ്ട്? ബ്രഹ്മണ്യദേവ ഇതി യത് ഗുണനാമ. ഏതൊരുവന്റെ ഗുണനാമമാണോ ബ്രഹ്മണ്യദേവൻ എന്നത്, ബ്രാഹ്മണരെ പൂജിക്കുന്നവൻ എന്നാണ് ബ്രഹ്മണ്യദേവ ശബ്ദത്തിനർത്ഥം. അപ്പൊ അറിവുള്ള ഗുരുക്കന്മാരെ, മഹാത്മാക്കളെ പൂജിക്കൽ തന്നെയാണ് ബ്രാഹ്മണരെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ. ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണർ, അല്ലാതെ ഏതെങ്കിലും പ്രത്യേക ലിംഗം ധരിച്ചവരല്ല, ഏതെങ്കിലും പ്രത്യേക അടയാളങ്ങൾ ധരിച്ചവരല്ല. ആരിലാണോ ബ്രഹ്മജ്ഞാനമുള്ളത്, ആരിലാണോ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നത്, ആരാണോ സദാചാരമായി ജീവിക്കുന്നത്, ആരാണോ സർവശാസ്ത്രങ്ങളും സ്വായത്തമാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നത്, ലളിത ജീവിതം നയിക്കുന്നത്, ഇങ്ങനെയുള്ള സത്യവാക്കുകളായിരിക്കുന്ന, ധർമ്മനിഷ്ഠരായിരിക്കുന്ന, എല്ലാ സദ്ഗുണസമ്പന്നരുമായിരിക്കുന്ന, ശാസ്ത്രജ്ഞാനമുള്ളവരും ആ ശാസ്ത്രം സ്വന്തം ജീവിതത്തിൽ പകർത്തി അനുഭവജ്ഞാനമുള്ളവരുമായിരിക്കുന്ന ഏത് മഹാത്മാവും ബ്രാഹ്മണനാണ്. അല്ലാതെ പ്രത്യേക അച്ഛനും അമ്മയ്ക്കും ജനിച്ച് പ്രത്യേക അടയാളങ്ങൾ ധരിച്ചതുകൊണ്ട് അവൻ ബ്രാഹ്മണനാകുന്നില്ല. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അങ്ങനെ എന്താ പറയുക, സർട്ടിഫിക്കറ്റ് കൊണ്ട് ബ്രാഹ്മണരായവർ, ഏതെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെ മകനായതുകൊണ്ട് ബ്രാഹ്മണനായവർ ബോധമുള്ളവരാവട്ടെ, സ്വയം എങ്ങനെയായാൽ ബ്രാഹ്മണനാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ആ ഒരു കിട്ടിയ തൻ്റെ പ്രിവിലേജിനെ, ഒരു മഹത്തായ ജന്മം കിട്ടിയിരിക്കുന്നു തനിക്ക്, തൻ്റെ പൂർവീകർ ബ്രാഹ്മണരെന്ന് അറിയപ്പെട്ടിരുന്നു, താനും ബ്രാഹ്മണനെന്ന് അറിയപ്പെടുന്നു, ആ ഒരു പ്രിവിലേജിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ളൊരു പ്രേരണയാകട്ടെ. അല്ലാതെ അവരെ നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല,
അവർക്കൊരു പ്രേരണയാകട്ടെ. ഞങ്ങൾ യഥാർത്ഥ ബ്രാഹ്മണരെന്ന് അഭിമാനിക്കണമെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം, ഈ യോഗ്യതകളെല്ലാം ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ആളുകളെ പറ്റിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ബ്രാഹ്മണരാവില്ല. വേഷം കെട്ടിയതുകൊണ്ടൊന്നും ആരും ബ്രാഹ്മണരാവില്ല. അപ്പോൾ ഭഗവാൻ ബ്രഹ്മണ്യദേവൻ എന്ന് നാമമുള്ളവനാണ്. അതുകൊണ്ട് തസ്യ യുക്തമേവ, അവന് യോജിച്ച പ്രവൃത്തി തന്നെയാണ് അവൻ ചെയ്യുന്നത്. ആ ബ്രഹ്മണ്യദേവൻ എന്ന പേരിനെ അന്വർത്ഥമാക്കണ്ടേ? അതിന് തന്നെയാണ് ബ്രഹ്മണ്യദേവനായ ഭഗവാൻ ബ്രാഹ്മണോത്തമനായ നാരദന്റെ പാദം കഴുകി അദ്ദേഹത്തെ പാദപൂജ ചെയ്തത്. അത് യുക്തം തന്നെ എന്നർത്ഥം. തസ്യ യുക്തമേവ ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചമശേഷതീർത്ഥം സംപൂജ്യ ദേവ ഋഷിവര്യം ഋഷിഃ പുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമിതയാമൃതമൃഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം സംപൂജ്യ ദേവ ഋഷിവര്യം ഋഷിഃ പുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമിതയാമൃതമൃഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം. നരസഖഃ നാരായണഃ പുരാണഃ ഋഷിഃ ദേവർഷിവര്യം ഉദിതേന വിധിനാ സംപൂജ്യ. ഇവിടെ ഭഗവാൻ നാരായണൻ തന്നെ, നരസഖനായ നാരായണൻ തന്നെയാണ് ഈ കൃഷ്ണൻ. നരനാരായണന്മാരിൽ നരനാകുന്ന സഖാവോടുകൂടിയ നാരായണൻ, ആ ഋഷി തന്നെയാണ് നരസഖഃ നാരായണഃ പുരാണഃ ഋഷി. ആ പുരാണ ഋഷിയായ ഭഗവാൻ നാരായണൻ, ഇവിടെ ശ്രീകൃഷ്ണൻ, ദേവർഷിവര്യം, ആ ദേവർഷിവര്യനായ നാരദനെ ഉദിതേന വിധിന സംപൂജ്യ. ഉദിതം എന്നാൽ ശാസ്ത്രോക്തം എന്നർത്ഥം. ശാസ്ത്രങ്ങളാൽ ഉദിതം, പറയപ്പെട്ടത്. അപ്പൊ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട വിധിപ്രകാരം സംപൂജ്യ, വേണ്ടതുപോലെ പൂജിച്ചിട്ട് അമൃതമൃഷ്ടയാ മിതയാ വാണ്യാ തം അഭിഭാഷ്യ. അമൃതമൃഷ്ടയ, അമൃതമൃഷ്ടം എന്ന് പറഞ്ഞാൽ അമൃതം പോലെ ശുദ്ധമായത്, മാധുര്യമുള്ളത് എന്നൊക്കെ അർത്ഥം. മിതയാ, മിതമായ, മൃദുവായ, അല്പമായ, വാണ്യ വാക്കുകൊണ്ട്. അപ്പോൾ വളരെ വിനയത്തോടുകൂടെ അല്പമായ മധുരമുള്ള വാക്കുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് തം അഭിഭാഷ്യ, നാരദനോട് അഭിഭാഷണം ചെയ്ത്, ഹേ പ്രഭോ ഭഗവതേ കിം കരവാമ. നാരദനോട് ചോദിക്കുകയാണ്, ഹേ പ്രഭോ, അല്ലയോ സർവശക്തനായ പ്രഭുവായിരിക്കുന്ന ഹേ മഹർഷേ, ഭഗവതേ അങ്ങേക്കായിക്കൊണ്ട്, ഭഗവാനായ അങ്ങേക്കായിക്കൊണ്ട്, ചതുർത്ഥി വിഭക്തി, ഭഗവതേ തുഭ്യം അഹം വയം കിം കരവാമ, ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്, ഇതി പ്രാഹ, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങ് വന്ന കാര്യം എന്താണ്, അങ്ങേക്ക് വേണ്ടി ഈ കിങ്കരന്മാരായിട്ടുള്ള ഞങ്ങൾ എന്തു ചെയ്യണം. സംപൂജ്യ ദേവ ഋഷിവര്യം ഋഷിഃ പുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമൃതമൃഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം. അങ്ങനെ ഭഗവാൻ കുശല പ്രശ്നം ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കൈങ്കര്യം. കിങ്കരസ്യ ഭാവഃ കൈങ്കര്യം. കിം കരോമി എന്ന് ചോദിക്കുന്നവനാണ് കിങ്കരൻ. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ അത് തന്നെയാണ് ചോദിച്ചത്. കിം കരവാമ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ഒരു കിങ്കരനായി ഭഗവാൻ നാരദ മഹർഷിയെ സേവിക്കുകയാണ്. അതിന് നാരദ മഹർഷി മറുപടി എന്താ പറയണം നോക്കാം. നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോഗില ലോകനാഥേ മൈത്രീ ജനേഷു സകലേഷു ദമഖലാനാം
നിശ്രേയസായ ഹി ജഗൽസ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുഗായ വിധാമസുഷ്ഠു. നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോഗില ലോകനാഥേ മൈത്രീ ജനേഷു സകലേഷു ദമഖലാനാം നിശ്രേയസായ ഹി ജഗത്സ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുഗായ വിധാമസുഷ്ഠു. അപ്പൊ ഭഗവാനെ സംബോധന ചെയ്യുന്നത് വിഭോ ഉരുഗായ എന്ന രണ്ട് സംബോധനകളാണ്. വിഭോ എന്നും ഉരുഗായ. വിഭു സർവശക്തൻ, സർവവ്യാപി എന്നൊക്കെ അർത്ഥത്തിൽ ഭഗവാനെ നാരദൻ സംബോധന ചെയ്യണം. അതുപോലെ ഉരുഗായ, ഉരുവായി ഗാനം ചെയ്യപ്പെടേണ്ടവൻ, ഉരുവായി ഗാനം ചെയ്യപ്പെടുന്നവൻ. ഉരു എന്ന് പറഞ്ഞാൽ വലുത്, ബഹു, ഗാനം ചരിത്രം. അപ്പൊ ആരുടെ ചരിത്രമാണോ നന്നായി കീർത്തിക്കപ്പെടുന്നത്, ആരുടെ ചരിത്രമാണോ നന്നായി കീർത്തിക്കേണ്ടത്, ഉത്തമ ശ്ലോകൻ തന്നെയാണ് ഉരുഗായൻ. അപ്പൊ ഉത്തമ ശ്ലോക ഉരുഗായ വിഭോ. ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, അഖില ലോകനാഥേ ത്വയി സകലേഷു ജനേഷു മൈത്രീ ഖലാനാം ദമഃ അത്ഭുതം നൈവ. അഖില ലോകനാഥേ ത്വയി, അഖില ലോകങ്ങൾക്കും നാഥനായ അങ്ങയിൽ ഈ ഒരു സ്വഭാവം അത് അത്ഭുതമല്ല എന്നാ പറയണേ. ഏതാ? സകലേഷു ജനേഷു മൈത്രി, എല്ലാ ജനങ്ങളോടും മിത്രഭാവം, എല്ലാവരോടും സ്നേഹഭാവം, എല്ലാവരുടെയും വെൽവിഷറായി പ്രവർത്തിക്കുക, സഹായം ചെയ്യുക, ഇതാണ് മൈത്രി. അങ്ങ് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ചിലര് ഇതിനൊന്നും ശ്രദ്ധയില്ലാതെ, താല്പര്യമില്ലാതെ ഭഗവാനെ എതിർക്കുന്നവരായി, സമൂഹത്തെ ഉപദ്രവിക്കുന്നവരായുള്ള ദുഷ്ടന്മാരുണ്ടാവും. അവരാണ് ഖലന്മാര്. അങ്ങനെയുള്ള ഖലാനാം ദമഃ, ഖലന്മാരുടെ നേരെ അങ്ങ് ദമം ചെയ്യുന്നു, അടക്കുന്നവരെ ശിക്ഷിച്ചുകൊണ്ട്. അപ്പൊ ദണ്ഡനം ചെയ്തുകൊണ്ട് അവരെ അടക്കുന്നതും അത്ഭുതം നൈവ, അത്ഭുതമേ അല്ല. അപ്പൊ അങ്ങയുടെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുതന്നെയാണ് അങ്ങയുടെ അവതാരം. അതാണ് അടുത്ത് പറയുന്നത്, ഹേ ഉരുഗായ ജഗൽ സ്ഥിതി രക്ഷണാഭ്യാം നിശ്രേയസായ സ്വൈരാവതാര ഇത് സുഷ്ടു വിധാമ. അങ്ങ് ഇവിടെ സ്വൈരാവതാര, സ്വൈരം എന്നാൽ സ്വേച്ഛയ, തന്നിഷ്ടത്തോടെ, സ്വന്തം ഇഷ്ടത്തോടെ അവതാരം ചെയ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. സുഷ്ടു, നന്നായി അറിയുന്നു. വിധാമവയം. അപ്പൊ എന്തിനായിക്കൊണ്ട് അങ്ങയുടെ അവതാരം? ജഗൽ സ്ഥിതി രക്ഷണാഭ്യാം, ജഗത്തിന്റെ സ്ഥിതിയും രക്ഷണവും, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ലോകത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ധാരണ, രക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ പാലന പോഷണാദികൾ. അപ്പൊ ലോകരക്ഷയ്ക്കായിക്കൊണ്ടാണ്. അതുപോലെ നിശ്രേയസായ, ലോകത്തിന് ക്ഷേമത്തെ, മോക്ഷത്തെ എല്ലാം നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ സ്വൈരാവതാര, ഇഷ്ടപ്രകാരമുള്ള അവതാരം എന്ന് സുഷ്ടുവിധാമഹ, ഞങ്ങൾ നന്നായി അറിയുന്നു. അപ്പൊ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന ഭഗവാന്റെ വാക്യം ഇവിടെ അനുസ്മരിക്കണം. പരിത്രാണായ സാധൂനാം, സജ്ജനങ്ങളെ രക്ഷിക്കാനും, വിനാശായ ച ദുഷ്കൃതാം, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാനുമായിട്ടാണ് അങ്ങയുടെ അവതാരം. ഇത് ഞങ്ങൾ നല്ലതുപോലെ അറിയുന്നു. അങ്ങനെയുള്ള അങ്ങ് ഇപ്പൊ എന്ത് ചെയ്തു? ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിബിർഹൃദി വിചിന്യം അഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായൻ ചരാമി അനുഗൃഹാണ യഥാ സ്മൃതി സ്യാത്. ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിബിർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായൻ ചരാമി അനുഗൃഹാണ യഥാ സ്മൃതി സ്യാത്.
അപ്പൊ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. അതിന് മറുപടി ഇപ്പൊ നാരദൻ പറയണം. ഇതുവരെ ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള അവതാരമൂർത്തിയായ നാരായണനായ അങ്ങയുടെ പാദകമലം ഞാൻ ദർശിച്ചു. അതാണ് ദൃഷ്ടം തവാംഗ്രിയുഗളം, തവ അംഗ്രിയുഗളം മയാ ദൃഷ്ടം. അങ്ങയുടെ പാദകമലം രണ്ടിനെയും ഞാനിതാ ഇപ്പൊ കണ്ടിരിക്കുന്നു. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ പാദകമലം? അത് അചിന്യ അഗാധബോധൈഹി ബ്രഹ്മാദിഭിഹി ഹൃദി വിചിന്യം. അഗാധമായ ബോധമുള്ളവർ എന്ന് വെച്ചാൽ വലിയ അറിവുള്ളവർ, മഹാജ്ഞാനികളായിരിക്കുന്ന ബ്രഹ്മാദികളായ ദേവന്മാരാൽ ഹൃദി വിചിന്യം, ഹൃദയത്തിൽ ചിന്തിക്കപ്പെടുന്നതും സംസാരകൂപ പതിതോത്തരണ അവലംബം, സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ പതിച്ചിരിക്കുന്നവർക്ക് ഉത്താരണത്തിന് ഉയർന്നു പൊങ്ങാനായിക്കൊണ്ട് ആശ്രയമായിരിക്കുന്നതാണ് അങ്ങയുടെ പാദം. അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ചാൽ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കാം. സംസാരകൂപ പതിത ഉത്താരണ അവലംബം. അങ്ങനെയായിരിക്കുന്ന ജനതാപവർഗം, ജനതയുടെ അപവർഗം എല്ലാ പവർഗങ്ങളെയും നശിപ്പിച്ച് മോക്ഷം കൊടുക്കുന്നത്, മോക്ഷസ്ഥാനമായിരിക്കുന്നത്. അങ്ങനെയുള്ള തവ അംഗ്രിയുഗളം ദൃഷ്ടം, അങ്ങയുടെ പാദങ്ങൾ രണ്ടിനെയും ഞാൻ കണ്ടു. ഭാഗ്യം ഭാഗ്യം, ഇത് കാണാനാ ഞാൻ വന്നത് എന്നാ. അങ്ങയുടെ പാദകമലങ്ങളെ ദർശിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ അങ്ങയിൽ നിന്ന് വേറൊന്നും എനിക്ക് വേണ്ട. പിന്നെന്താണ് ഒരു പ്രാർത്ഥന? അത് ധ്യായൻ ചരാമി, അതിനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കാം. ഭഗവാന്റെ പാദയുഗളങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അതിന് യഥാസ്മൃതി സ്യാത് അനുഗൃഹാണ, എപ്രകാരമായാൽ അങ്ങയുടെ പാദകമല സ്മരണ എപ്പോഴും എനിക്കുണ്ടാകുമോ തഥാ അനുഗൃഹാണ, അപ്രകാരം എന്നെ അനുഗ്രഹിച്ചാലും. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്ത്വം നോ യതഃ പ്രഭോ. അല്ലേ? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ. ഭവേ ഭവേ, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലും എവിടെ ചെന്ന് ജനിച്ചാലും ഭവേ ഭവേ യഥാ, എപ്രകാരമായാൽ തവ പാദയോഹോ ഭക്തി ജായതേ, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ എനിക്ക് ഭക്തിയുണ്ടാകുമോ തഥാ കുരുഷ്വ ദേവേശ, അപ്രകാരമായി അനുഗ്രഹിച്ചാലും, എനിക്ക് അങ്ങയുടെ പാദയുഗളങ്ങളിൽ ഭക്തിയുണ്ടാവാൻ അനുഗ്രഹിച്ചാലും. കാരണം നാദഹത്വം നഹ, അങ്ങാണല്ലോ ഞങ്ങളുടെ നാഥൻ. അങ്ങയ്ക്ക് മാത്രമേ ഈ അനുഗ്രഹം തന്ന് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഹേ പ്രഭോ, നാദസ്ത്വം നോ യതഃ പ്രഭോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹാണ, അങ്ങയുടെ പാദസ്മരണം എപ്പോഴും ഉണ്ടാകാനായിക്കൊണ്ട്, എവിടെ ചെന്നാലും സ്മൃതി ഉണ്ടാവാനായിക്കൊണ്ട് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം. ജന്മജന്മാന്തരേവി ത്വത്പാദാംബോരുഹ യുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. അതാണ് നാരദൻ പ്രാർത്ഥിച്ചത്. അപ്പോ വേറെ വിഷയങ്ങളിലേക്കൊന്നും എൻ്റെ മനസ്സ് പോകാതെയാകണം. എപ്പോഴും അങ്ങയുടെ പാദകമലങ്ങളെ സ്മരിക്കണം. സത്യം പരം ധീമഹി, ഇതായിരിക്കണം എൻ്റെ മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സ് ദ്വൈത ചിന്ത കൂടാതെ പരമസത്യമായ അങ്ങയിൽ തന്നെ ഒട്ടിയിരിക്കണം. മനസ്സിൻ്റെ സ്വഭാവമാണ് ദ്വൈതമുണ്ടാക്കുക. അതേ മനസ്സിനെ തന്നെ ദ്വൈതത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ ഭഗവാന്റെ പാദത്തിലേക്ക് ബന്ധിക്കുക. അതാണ് വഴി, അല്ലേ? ചേതക്കൽവസ്യ ബന്ധായ മുക്തയേച്ച ആത്മനോ മതം, ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. വിഷയങ്ങളിൽ മനസ്സ് പോയാൽ അത് ബന്ധകാരണം, ദുഃഖകാരണം. എന്നാൽ ഈശ്വരനിൽ രമിക്കുന്നതായിട്ടുള്ള മനസ്സ് അത് മുക്തി കാരണമാകുന്നു.
അതുകൊണ്ട് അനുഗ്രഹിച്ചാലും അങ്ങയുടെ പാദയുഗളങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് പ്രകാശിക്കണം. ഇതാണ് നാരദൻ പ്രാർത്ഥിച്ചത്. വേറൊന്നും അദ്ദേഹത്തിന് വേണ്ട, ഒരു കാര്യവും സാധിക്കാമെന്നതല്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ അത്ഭുത ലീല കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ പാദയുഗളങ്ങളെ ഒരിക്കലും നാരദൻ മറക്കാൻ പോകുന്നില്ല. ഇനി നാരദൻ അവിടുന്ന് എഴുന്നേറ്റു. കാരണം പ്രത്യേകിച്ചൊരു ഉദ്ദേശത്തോടെ വന്നതല്ല, എല്ലാം കാണാൻ വന്നതാണ്. വീണ്ടും നാരദൻ വേറൊരു ഗൃഹത്തിലേക്ക് അവിടുന്ന് പോകുന്നു. അതാണ് തതോന്യദാവിശദ്ഗേഹം കൃഷ്ണപത്ന്യാഃ സ നാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാ വിവിൽസയാം. തതോന്യദാവിശദ്ഗേഹം കൃഷ്ണപത്ന്യാഃ സ നാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാ വിവിൽസയാം. ഹേ അംഗ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, സുഖബ്രഹ്മർഷി സംബോധന ചെയ്യുന്നതാണ്. അല്ലയോ പൂജ്യനായ പരീക്ഷിത്ത് രാജാവേ, കേൾക്കൂ. യോഗേശ്വരേശ്വരസ്യ യോഗമായാ വിവിൽസയാ സഹ നാരദഃ തതഃ കൃഷ്ണപത്ന്യാഃ അന്യദ്ഗേഹമാവിശത്. യോഗേശ്വരേശ്വരനായ ഭഗവാന്റെ യോഗമായാ വിവിൽസയാ, വിവിൽസ എന്ന് പറഞ്ഞാൽ വേദിതും ഇച്ഛ, അറിയാനുള്ള ആഗ്രഹം. എന്താ അറിയേണ്ടത്? ഭഗവാന്റെ യോഗമായയെക്കുറിച്ച് അറിയാൻ. ഭഗവാന്റെ യോഗമായ കൊണ്ടുള്ള ലീലകൾ. യോഗമായ കൊണ്ട് തന്നെയാണ് ഭഗവാൻ അനേക ശരീരങ്ങളെ ഇവിടെ ധരിച്ചിരിക്കുന്നത്. ഭഗവാൻ ഏക ശരീരം ധരിച്ചതും തൻ്റെ യോഗമായ കൊണ്ട് തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ അത് പറയുന്നുണ്ട്. സംഭവാമി ആത്മമായയാ, അല്ലേ? അജോബിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതിം സ്വാമവഷ്ടഭ്യ സംഭവാമ്യാത്മമായയാ. ഞാൻ അജനാണ്, ജന്മരഹിതനാണ്, അവ്യയാത്മാ മരണരഹിതനാണ്. ജനന മരണങ്ങളില്ലാത്തവനായ ഞാൻ അജോബിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബിസന്ന്, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള സകല ചരാചരങ്ങളെയും സകല ഭൂതങ്ങളെയും ഈശിക്കുന്നവനാണ് ഞാൻ, നിയന്ത്രിക്കുന്നവനാണ്. സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം എൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ തന്നെയാണ്, എൻ്റെ ലീലയാണതെല്ലാം. ഭൂതാനാം ഈശ്വരോബിസന്ന് പ്രകൃതിം സ്വാമവഷ്ടഭ്യ, എൻ്റെ തന്നെ പ്രകൃതിയെ അവലംബിച്ചുകൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട്, സംഭവാമി അഹം സംഭവാമി, ഞാൻ ഭവിക്കുന്നു, അവതരിക്കുന്നു, ആത്മമായയാ, ഒരു എൻ്റെ മായാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപമെടുക്കുന്നു. എൻ്റെ മായ എന്നുള്ളത് എൻ്റെ കോസ്റ്റ്യൂമാണ്, വിവിധ വേഷങ്ങൾ കെട്ടാനായിക്കൊണ്ടുള്ള കോസ്റ്റ്യൂമാണ് എൻ്റെ മായ. ഏത് വേഷം കെട്ടാനുള്ള കോസ്റ്റ്യൂമും എൻ്റെ കയ്യിലുണ്ട്, ഏത് വേഷം കെട്ടാനുള്ള പ്രോപ്പർട്ടീസും എൻ്റെ കയ്യിലുണ്ട്, ഏത് നാടകം കളിക്കാനുള്ളതായിട്ടുള്ള പ്രോപ്പർട്ടീസും എൻ്റെ കയ്യിലുണ്ട്. എല്ലാം എൻ്റെ കയ്യിൽ സുലഭമാണ്, സുസജ്ജമാണ്, ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ എൻ്റെ തന്നെ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ തന്നെ മായ എന്ന ശക്തിയെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവതരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അനേക അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കൃഷ്ണൻ എന്ന അവതാരം എടുത്തപ്പോൾ ആ കൃഷ്ണമൂർത്തിയെ തന്നെ അനേക മൂർത്തികളായ 16,008 ഗൃഹങ്ങളിൽ 16,008 കൃഷ്ണന്മാരെ ഒരേ സമയം മായ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്നിട്ട് 16,008 ഭാര്യമാരെയും ഒരേപോലെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ മായ? ഇതുപോലെ തന്നെയാണ് ഈ ഭഗവാന്റെ മായ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം സൃഷ്ടിച്ചതും അതിലൊക്കെ ഭഗവാൻ ആത്മസ്വരൂപനായി പ്രവേശിച്ചിരിക്കുന്നതും.
അപ്പൊ ഈ ദ്വാരകയിലെ ഭഗവാന്റെ ഓരോ ഗൃഹങ്ങളിലും ഓരോ പത്നിമാരുടെ കൂടെ ഓരോ കൃഷ്ണനെ കാണുമ്പോൾ നമ്മൾ ഓരോ ജീവന്മാരും ആ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ശരീരമാകുന്ന ഗൃഹത്തിൽ നമ്മുടെ ബുദ്ധിയാകുന്ന ഭാര്യയോടുകൂടെ ആത്മാവാകുന്ന കൃഷ്ണൻ രമിക്കുന്നു. 16,008 ഈ ലോകത്തിൽ എത്ര ശരീരങ്ങളുണ്ടോ അത്രയും കൃഷ്ണന്മാർ രമിക്കുന്നു, അത്രയും കൃഷ്ണന്മാർ ക്രീഡിക്കുന്നു. ഈ ഭാവന നമ്മളിൽ ദൃഢമാകട്ടെ, എപ്പോഴും തോന്നട്ടെ. അപ്പോൾ നമുക്ക് ചുറ്റും ആരെ കാണുമ്പോഴും ആ തോന്നലുണ്ടാവും. അവനവന്റെ ഉള്ളിലും ആ ഭഗവാനാണെന്ന തോന്നൽ ഉണ്ടാകും. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ആത്മനി ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. അപ്പോ യോഗമായ വിവിത്സയാ, ഭഗവാന്റെ യോഗമായേ വേദിതുമിച്ഛയാ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് സഹ നാരദഃ, ആ നാരദൻ കൃഷ്ണ തതഃ അവിടെ നിന്ന് ആദ്യത്തെ ഗൃഹത്തിൽ നിന്ന് അന്യഗേഹം, ആരുടെ? കൃഷ്ണപത്നിയാഹ, കൃഷ്ണന്റെ മറ്റൊരു പത്നിയുടെ മറ്റൊരു വീട്ടിലേക്ക് ആവിശത് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോഴോ ദിവ്യന്തമക്ഷൈഃ തത്രാപി പ്രിയയാ ച ഉദ്ധവേന ച പൂജിതഃ പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിഃ. ദിവ്യന്തമക്ഷൈഃ തത്രാപി പ്രിയയാ ച ഉദ്ധവേന ച പൂജിതഃ പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിഃ. തത്രാപി അവിടെയും ആ ഗൃഹത്തിലും അക്ഷൈഹി ദിവ്യന്തം, ആരുടെ കൂടെ? പ്രിയയാച്ച ഉദ്ധവേനച്ച, അവിടെയുള്ള തന്റെ പ്രിയയായ പത്നിയോടുകൂടി, സത്യഭാമയാവാം, അവളോടുകൂടെ പ്രിയയായ ഭാര്യയോടും, ഉദ്ധവേനച്ച മന്ത്രിയും എപ്പോഴും കൂടെ നടക്കുന്ന സന്തത സഹചാരിയുമായ ഉദ്ധവനോടും കൂടെ അക്ഷൈഹി ദിവ്യന്തം. അക്ഷങ്ങളെന്നാൽ ചതുരംഗങ്ങൾ, മറ്റേ ചൂതുകളി അല്ലെങ്കിൽ കരുക്കൾ കൊണ്ടുള്ളതായിട്ടുള്ള കളി. ദിവ്യന്തം ക്രീഡന്തം, കളിക്കുന്നവനായിരിക്കുന്ന ക്രീഡിക്കുന്നവനായ ഭഗവാനെ അവിടെ കാണുന്നു. ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പരയാഭക്തിയാ പ്രത്യുത്ഥാനാസനാദിഭിഃ പൂജിതഃ. ആര്? സഹ നാരദഃ പൂജിതഃ, നാരദൻ പൂജിക്കപ്പെട്ടു. ആരാൽ? ഭഗവാനാൽ. എങ്ങനെ? പരയാ ഭക്തിയ, ഭക്തിപൂർവം നാരദനെ സ്വീകരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അത് പ്രകടിപ്പിച്ചത്? പ്രത്യുത്ഥാനം, ആസനം മുതലായവ കൊണ്ട്. പ്രത്യുത്ഥാനം, എഴുന്നേറ്റ് ഓടിച്ചെന്നു, കളിയൊക്കെ നിർത്തി. ഭാര്യയോടും ഉദ്ധവനോടും കൂടി തമാശ പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന, ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ അവിടുന്ന് എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് എതിരേറ്റു. നാരദനെ സ്വീകരിച്ച് പ്രധാന ആസനത്തിൽ തന്നെ പിടിച്ചിരുത്തി, കാല് കഴുകുക മുതലായ പൂജാദികളൊക്കെ ചെയ്തു. അങ്ങനെ അവിടെയും നാരദൻ പൂജിതനായി. അപ്പൊ അവിടെയും ഭഗവാൻ എങ്ങനെയാ കാണിച്ചത്? തന്റെ വീട്ടിലേക്ക് ആദ്യമായി വരും പോലെ. മറ്റിടത്ത് പൂജിച്ചില്ലേ, നീ എന്തിനാ ഇവിടെ പൂജിക്കണത് എന്നൊന്നുമില്ല, ആ ഭാവമേ ഇല്ല. പുതിയൊരാള് എന്ന മട്ടിലാണ് ഭഗവാൻ ഭാവിച്ചത്. അവിടെ വന്നതൊന്നും താൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള മാതിരിയുള്ള മായയാണ് ഭഗവാൻ അഭിനയിക്കുന്നത്. അപ്പൊ ഇവിടെയും പൂജിക്കുകയാണ്. പൂജിച്ചു കഴിഞ്ഞിട്ട് പൃഷ്ടശ്ചാവിദുഷേ വാസൗ കഥായാതോ ഭവാനിതി ക്രിയതേ കിം ന പൂർണ്ണാനാം അപൂർണൈർ അസ്മദാദിഭിഃ. പൃഷ്ടശ്ചാവിദുഷേ വാസൗ കഥായാതോ ഭവാനിതി ക്രിയതേ കിം ന പൂർണ്ണാനാം അപൂർണൈരസ്മദാദിഭിഃ. പൃഷ്ടഃ ച അവിദുഷാ ഇവ അസൗ. അസൗ പൃഷ്ടഃ, അവൻ ചോദ്യം ചെയ്യപ്പെട്ടു. ആര്? നാരദഃ. നാരദൻ ചോദ്യം ചെയ്യപ്പെട്ടു. ആരാൽ? ഭഗവാനാൽ. ഭഗവതാ കീദൃശേന ഭഗവതാ? അവിദുഷാ ഇവ.
അവിദുഷ എന്ന് പറഞ്ഞാലോ അറിയാത്തവൻ എന്ന പോലെ, വിദ്വാനല്ലാത്ത പോലെ എന്ന് വെച്ചാല് മറ്റേ വീട്ടില് വന്ന കാര്യം അറിയാത്തവനെ പോലെ, ഒരു അജ്ഞാനിയായ പ്രാകൃതനായ മനുഷ്യനെ പോലെ. സർവജ്ഞനായ ഭഗവാന് അവിടെ വന്നത് അറിയാം, അവിടെ താൻ തന്നെയാണ് നാരദനെ പൂജിച്ചത്, എല്ലാം അറിയാം, എന്നിട്ടും അറിയാത്തതുപോലെ അവിദുഷാ ഇവ എന്നാ പറഞ്ഞ. അവിദുഷാ കൃഷ്ണേന എന്നല്ല, അവിദുഷാ ഇവ, അറിയാത്തവനെ പോലെ, അത് അറിഞ്ഞത് ഭാവിക്കാതെ. അല്ല നമ്മളിപ്പോ കണ്ടു പിരിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പൊ അങ്ങ് ഇവിടേക്കും വന്നു എന്നല്ല ചോദിച്ചത്. നമ്മളൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, അയാൾ വന്ന് അയാളെ യാത്രയാക്കിയ ശേഷം നമ്മൾ വേറൊരു വീട്ടിലേക്ക് ഒരാവശ്യത്തിന് പോയപ്പോൾ അയാൾ അവിടേക്ക് വന്നു. അല്ല നിങ്ങൾ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയോ എന്ന് പറയുമ്പോൾ അവിടെ എത്തിയിരുന്നു എന്നുള്ള ഓർമ്മയിലാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ അങ്ങനെയല്ല. നിങ്ങൾ ഇവിടെ എത്തിയോ എന്നല്ല ചോദിക്കുന്നത്. ആദ്യമായിട്ട് വരുന്നത് പോലെ നാരദ മഹർഷിയെ വരൂ 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 വരൂ, എവിടുന്നാ വരണേ, എപ്പോ വന്നു എന്നൊക്കെയുള്ള ചോദ്യമാണ്. അതാണ് കഥായാതോ ഭവാനിതി. ഭവാൻ കഥായാത, അല്ല അങ്ങ് എപ്പോ വന്നു എന്നാ ചോദിക്കണത്. കഥ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അങ്ങ് ആഗതനായത്. ഇതി ഭഗവാൻ പൂർണ്ണാനാം അപൂർണൈഹി അസ്മദാദിഭിഹി കിന്നു ക്രിയതേ ഇതി പൃഷ്ടഃ ച. നാരദനോട് ചോദിക്കുകയാണ്, പൂർണ്ണാനാം, അങ്ങയെപ്പോലെ മഹാത്മാക്കൾ പൂർണ്ണരാണ്. നാരദനെയാ പറയണ, പൂർണ്ണനായ അങ്ങേക്ക് അപൂർണൈഹി അസ്മദാദിഭിഹി, ഈ അപൂർണരായ ഞങ്ങളെ കൊണ്ട് കിംനു, എന്താ കാര്യം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ഞങ്ങൾ അപൂർണർ, മഹാത്മാവായ അങ്ങ് പൂർണ്ണൻ. പൂർണ്ണനായ അങ്ങയ്ക്ക് ഈ അപൂർണനായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ക്രിയതേ ഇതി പൃഷ്ടഃ ച, ഇങ്ങനെ ചോദ്യവും ചെയ്തു. അപ്പൊ നാരദ മഹർഷിയെ അങ്ങനെ ബഹുമാനിച്ചു എന്നർത്ഥം. ഇങ്ങനെ തന്നെയാണ് മഹാത്മാക്കളെ ബഹുമാനിക്കേണ്ടത് എന്ന് ലോകത്തിന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കണം. അദാപി ബ്രൂഹിനോ ബ്രഹ്മൻ ജന്മൈതത് ശോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തൂഷ്ണീം അന്യത് അഗാഗൃഹം. അദാപി ബ്രൂഹിനോ ബ്രഹ്മൻ ജന്മൈതത് ശോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തൂഷ്ണീം അന്യതഗാഗൃഹം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, പൂർണ്ണന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നുള്ള ചോദ്യമാണ്. ചോദ്യമല്ല, വാസ്തവത്തിൽ അതൊരു ഒരു ആശ്ചര്യത്തെ പ്രകടിപ്പിച്ചതാണ്. എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു, അതാപി, എന്നാലും ബ്രൂഹിനോ ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള അങ്ങ്, നഹ ബ്രൂഹി, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. അങ്ങേക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. പൂർണ്ണന്മാരായ അങ്ങേക്ക് അപൂർണനായിട്ടുള്ള എന്നെ പോലെയുള്ളവർ എന്ത് ചെയ്യാനാണ്, എങ്കിലും പറയൂ. തദാപി ബ്രൂഹി, അതാപി ബ്രൂഹി. മാത്രമല്ല ഏതത് ജന്മ ശോഭനം കുരു, ഞങ്ങളുടെ ഈ ജന്മത്തെ മഹത്താക്കി ചെയ്യൂ, ശോഭനമാക്കി ചെയ്യൂ, ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് താല്പര്യം. അപ്പൊ നാരദനോട് പറയണ് അനുഗ്രഹിക്കൂ എന്ന്. അപ്പൊ ഏതത് ജന്മ ശോഭനം കുരു സഹ തു വിസ്മിത ഉത്തായ. എന്നാൽ ആ നാരദനാകട്ടെ വിസ്മിതനായിട്ട്, ആശ്ചര്യഭരിതനായിട്ട്, ഭഗവാന്റെ ഈ നാടകത്തിൽ മോഹിച്ചവനായിട്ട്, ഇതെന്തപ്പാ ഇത് എന്ന് കരുതിക്കൊണ്ട് ഉത്തായ എഴുന്നേറ്റ് ഒന്നും പറയാനില്ല. ഒന്നും പറയാതെ തൂഷ്ണീം മിണ്ടാതെ അന്യഗൃഹമകാത്, മറ്റൊരു ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു, ഗമിച്ചു. അപ്പൊ ഭഗവാന്റെ ഈ നാടകം കണ്ട് ഇനിയിപ്പോ എന്താ ഈ ഭഗവാനോട് പറയുക. അവിടെ തന്നെ പറഞ്ഞിരുന്നു, അങ്ങയുടെ പാദസ്മരണ എപ്പോഴും തന്ന് അനുഗ്രഹിക്കണേന്ന്. അതുപോലും ഇവിടെ പറഞ്ഞില്ല, കാരണം അവിടെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇനിയും അതേ ആളോട് എന്ത് പറയാനാന്ന മട്ടില് ഭഗവാന്റെ ഈ നാടകത്തിൽ ഭ്രമിച്ച് സന്തോഷിച്ച് അങ്ങ് അടുത്ത ഗൃഹത്തിലേക്ക് പോവുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. നാളെ നോക്കാം. ഇന്ന് വൈകുന്നേരം ഉണ്ടാവില്ല, വൈകുന്നേരം കുറച്ച് തിരക്കുകളുണ്ട്. നമുക്ക് നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. അപ്പോൾ നാളെ കാണാം. വൈകിട്ട് കാത്തിരിക്കേണ്ട പണികളുണ്ട്. എല്ലാവർക്കും ശുഭദിനം.